പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ രുചികരമായ ഒരു പൈനാപ്പിൾ പച്ചടിയാണ്. അതിനുവേണ്ടി അധികം പഴുക്കാത്ത ഒരു 300 ഗ്രാം അളവിൽ പൈനാപ്പിൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു അരപ്പുണ്ടാക്കണം. അതിനുവേണ്ടി 1 കപ്പ് തേങ്ങ, 2 എരിവുള്ള പച്ചമുളക്, ഇത്തിരി എരിവ് വേണ്ട, ഒരു മീഡിയം റേഞ്ചിൽ, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ താളിക്കാൻ വേണ്ടിയുള്ള ഐറ്റം 2 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, 2 ചന്തമുളക്, 1 തുണ്ട് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി, പിന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കട്ടയുടച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന തൈരാണ്. അധികം പുളിയില്ലാത്ത തൈര്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റൗ കത്തിച്ചു. ഒരു ചട്ടിയിലേക്ക് പൈനാപ്പിൾ മാറ്റി അതിനാവശ്യമുള്ള സാധനങ്ങൾ: 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. മുങ്ങിക്കിടക്കാവുന്ന പരുവത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ശർക്കരപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി. നന്നായി ഇളക്കി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതാ അങ്ങനെ നമ്മുടെ പൈനാപ്പിള് വെള്ളമൊക്കെ പറ്റി നന്നായി വെന്ത് തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാവേ. ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തൈര് ഒഴിക്കണം. അതിന് മുമ്പായിട്ട് നമ്മുടെ തീ ഒന്ന് സിമ്മിലേക്കാക്കി വെക്കുക. കാരണം നല്ല ചട്ടി നന്നായിട്ട് ചൂടായിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് പെട്ടെന്ന് തൈര് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിം ആണെങ്കിൽ അത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ തൈര് ഇനി ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് തൈരാണ് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ തൈരൊക്കെ ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഒരു ഇത്തിരി ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു. ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് ഒന്ന് മാറ്റി വെച്ച് കടുക് താളിക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഇനി ഒരു ചെറിയ കടായിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് കടുക് താളിച്ച് കൊടുക്കാം. 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നു. ഇനി നമുക്കതിലേക്ക് നമ്മുടെ മുളകിട്ട് കൊടുക്കാം. തൊട്ടടുത്ത് തന്നെ കൊച്ചുള്ളി, കറിവേപ്പില. കടുക് പൊട്ടിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കടുക് പൊട്ടി താളിച്ച് നേരെ കറിയിലേക്ക് ഒഴിക്കരുത്. ഒരല്പം വെയിറ്റ് ചെയ്തിട്ട് മാത്രം അടുപ്പ് ഓഫ് ചെയ്തിട്ട് ആ തീയുടെ ചൂടൊന്ന് കുറഞ്ഞ് എണ്ണയൊന്ന് തണുത്ത് തുടങ്ങുമ്പോൾ മാത്രമേ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ. പച്ചടിയിലേക്ക് വീണ്ടും ഇത് പിരിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ താളിപ്പൊക്കെ തയ്യാറാക്കി ഞാൻ മാറ്റി വെച്ചു. ചൂടൊന്ന് മാറിയ സമയത്ത് നമുക്കിനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതൊരു 15 മിനിറ്റെങ്കിലും ഒന്ന് അടച്ചു വെച്ചിട്ട് മാത്രമേ സെർവ് ചെയ്യാവുള്ളൂ. കാരണം ആ ഉപ്പും പുളിയും മധുരവും ഒക്കെ ഇതിനകത്തൊന്ന് മിക്സ് ആവണം. കറിവേപ്പിലയുടെ മണമൊക്കെ അതിനകത്തൊന്ന് കയറി വരണം. അപ്പോൾ നമുക്കൊന്ന് അല്പം അടച്ചു വെച്ചിട്ട് സെർവിങ് ബൗളിലേക്ക് മാറ്റാം.